സീരിയസ്ലി നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ, നിങ്ങളെ ടൈറ്റിലിൽ കണ്ട പോലെ, ദർ ഈസ് എ ഫ്രീ യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്രീ യൂണിവേഴ്സിറ്റി ഉണ്ട്. സോ അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ കുറച്ച് ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ ആവട്ടെ ഇത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഏതാണ് ആ ഫ്രീ യൂണിവേഴ്സിറ്റി? ദാറ്റ് ഈസ് യൂട്യൂബ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെക്കുറിച്ചും ശരിക്കും പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഡിസൈനിങ് പഠിക്കണോ, നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് പഠിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്രിയേറ്റർ ആക്കാൻ വേണ്ടി പഠിക്കണോ, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും ശരിക്കും യൂട്യൂബിൽ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ഉണ്ടായിരിക്കും. ഇഫ് അങ്ങനെ ഒരു ക്രിയേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു സ്പേസ് എടുത്തുകൊണ്ട് നിങ്ങൾ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ബേസിക്കലി വേറൊരു സൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ത് കാര്യങ്ങൾ പഠിക്കാനും ശരിക്കും നമുക്ക് യൂട്യൂബ് ത്രൂ പറ്റും. അപ്പോൾ എന്താ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത്? എന്താ യൂട്യൂബിൽ നിന്ന് പഠിക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ ക്വാളിഫിക്കേഷൻ വേണ്ട എന്നുള്ളതല്ലേ? നമുക്ക് ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് ഓഫറുകൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. യെസ്, സെൽഫ് ലേണിംഗ് എന്നുള്ളത് ഒരു ആക്ച്വൽ സ്കില്ലാണ്. അതായത് നിങ്ങൾ തന്നെ മോട്ടിവേറ്റഡ് ആവുന്നു. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടാണ് യൂട്യൂബ് വഴി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് നിങ്ങൾ തന്നെ മോട്ടിവേറ്റഡ് ആകണം. നിങ്ങൾ അതിൽ പാഷനേറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്തുകൊണ്ട് അത് റിസർച്ച് ചെയ്തുകൊണ്ട് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടി വരും. നിങ്ങൾ അതിൻ്റെ പ്രാക്ടിക്കൽ വേർഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു വെക്കേണ്ടി വരും. സോ സെൽഫ് ലേണിംഗ് എന്നുള്ളത് ആക്ച്വലി യൂട്യൂബ് ത്രൂ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർനെറ്റ് വേൾഡിൽ നിങ്ങൾക്ക് വലിയ സ്കെയിലിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അഫ്കോഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് സെൽഫ് ലേണിംഗ് എന്നുള്ളത്. സോ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർനെറ്റ് വേൾഡിൽ നിന്ന് ശരിക്കും നിങ്ങൾക്ക് ഏത് കാര്യവും പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞു. ബട്ട് അതിന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സെൽഫ് ലേണിംഗ്. ഈ സ്കിൽ എങ്ങനെ അക്വയർ ചെയ്യുക? അത് നിങ്ങൾ സെൽഫ് ലേൺ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളൊരു സിസ്റ്റം ആൻഡ് പ്ലേ ബുക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങളൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എത്രയൊക്കെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് അത് പഠിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അതിന് നോട്ട് ഉണ്ടായിരിക്കണം, പ്രാക്ടിക്കൽ സൈഡ് ഉണ്ടായിരിക്കണം. സോ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും സെൽഫ് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ സെൽഫ് ലേണിംഗ് എന്നുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഫ്രീ യൂണിവേഴ്സിറ്റി ആയ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നോക്കേണ്ട കാര്യമാണ്. ദെൻ നമ്പർ 2, സ്പെൻഡിങ് ടൈം ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് നിങ്ങളൊരു കോളേജിന് പകരം അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പെസിഫിക് സ്കില്ല് നിങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിക്കുകയാണ്. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും മേ ബി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ, പേഴ്സണൽ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുറവാണ്. നമുക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിലും ഡെവലപ്മെൻറ്റിലും സെപ്പറേറ്റ്ലി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അത് ബിൽഡ് ചെയ്യാനുമുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ തേർഡ് വൺ, കോൾഡ് റീച്ച് ഔട്ടിങ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഡിസൈനിങ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾക്ക് നല്ല ഡിസൈനേഴ്സിനെ കോൾഡ് റീച്ച് ഔട്ട് ചെയ്ത് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നു. ഒരു വീഡിയോ എഡിറ്റിങ്ങിൽ ടോപ്പായിട്ടുള്ള കുറച്ച് മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പായിട്ടുള്ള കുറച്ച് ആളുകളെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് അവരുമായിട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നു. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഒരു കോഫിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. നമ്മൾ എന്തൊരു കാര്യം യൂട്യൂബിൽ നിന്നും പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വേൾഡിൽ നിന്ന് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് കോൾഡ് റീച്ച് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ കാണാനും അതിൽ അവരോട് സംസാരിക്കാനും ശരിക്കും ഒരു ഇൻട്രാക്ഷൻ നടത്താനും ഒക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്നും ഒരുപാട് അഡീഷണലി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് വൺ, നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അഫ്കോഴ്സ് ഇതൊരു ചോയ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചോയ്സ് ആണ്. ബട്ട് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പണ്ട് മുതലേ ആളുകൾ പറയാറുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വേറൊരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തറവായിട്ട് പഠിക്കും എന്നുള്ളത്. ശരിക്കും കോണ്ടന്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു ഡൊമെയിനിൽ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ്
അല്ലെങ്കിൽ അക്കൗണ്ട്സ്, നിങ്ങളൊരു ഡൊമൈനിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളൊരു കോണ്ടൻറ്റ് അത് ത്രൂ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുള്ളിൽ ആക്ച്വലി ബേസിക്കലി സംഭവിക്കുന്നത് എന്താ, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. നിങ്ങൾ ഓരോ വീഡിയോ അല്ലെങ്കിൽ ഓരോ കോണ്ടൻറ്റ്, അത് റൈറ്റപ്പ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾ ഓരോ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ശരിക്കും നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് തറവായിട്ട് പഠിക്കും. എന്നിട്ട് നിങ്ങളത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. സോ ബേസിക്കലി ഒരു ടീച്ചർ ആവാനുള്ളൊരു സ്കോപ്പ് ശരിക്കും കോണ്ടൻറ്റ് ഉള്ളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അഗെയിൻ ഇതൊരു ചോയ്സ് ആണ്. ബട്ട് നിങ്ങളൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള യൂട്യൂബിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ശരിക്കും അതിനെ കോണ്ടൻറ്റ് ആക്കിയിട്ടും കൂടെ നിങ്ങൾ മാറ്റി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുകയാണ്, ആളുകൾക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഫൈനൽ പോയിന്റ്, ബിൽഡ് സോഫ്റ്റ് സ്കിൽസ്. ഏതൊരു ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളോ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പോസിറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ആ ഒരു മീനിങ് കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും. ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നിങ്ങൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ? നിങ്ങൾക്ക് ഒരു സ്റ്റേജിന് മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന് മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് എഫക്റ്റീവ്ലി സംസാരിക്കാൻ വേണ്ടി പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു പ്രൊഫഷനിലുള്ള ആളാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ? നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രൊഫഷനിലുള്ള ആളാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ? സോ ഇങ്ങനെയുള്ള സ്കിൽ സെറ്റ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് വേണമെങ്കിൽ ചെറിയ ടെക്നിക്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന ഒരു ടെക്നിക്കാണ്, അതായത് ഏതെങ്കിലും ടോപ്പിക്കിൽ അടുത്ത 30 ദിവസത്തേക്ക് 30 വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മേ ബി ഫോർ എക്സാമ്പിൾ ഈ ഒരു പെന്നിനെ കുറിച്ചായിരിക്കാം ഇന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പെന്ന് എൻ്റെ കമ്പനിയുടേതാണ്. ഇതിൽ ശരിക്കും ഒരു ബോൾ പെൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. പെൻ തന്നെ ശരിക്കും മൾട്ടിപ്പിൾ ടൈപ്പ് ഉണ്ട്. ബോൾ പെൻ ഉണ്ട്, ഇങ്ക് പെന്നുണ്ട്, ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്സ് ഉണ്ട്. സോ ഇതിൽ ആക്ച്വലി ബോൾ ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന ഇങ്ങനെ ഒരു പെന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആക്ച്വലി ഒരു മിനിറ്റിനുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ ഹോൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഒരു മിനിറ്റിനുള്ളിൽ ക്രിസ്പായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വേണമെങ്കിൽ അതൊരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് എഴുതിയിട്ട് പറഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ കുറച്ചുകൂടെ ബെറ്ററായി. നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന വീഡിയോ മുമ്പത്തെ വീഡിയോനേക്കാളും ബെറ്ററാണ് എന്നുള്ളത് എൻഷുർ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ എൻഷുർ ചെയ്യാം? മേ ബി സ്വയം വാലിഡേറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് ചെയ്ത വീഡിയോസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആക്ച്വലി വേണ്ടതെന്നുള്ളത് സ്വയം വാലിഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് കാണിച്ചു കൊടുക്കാം, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ, അങ്ങനെ ചോദിക്കാം. അങ്ങനെ നിങ്ങളൊരു 30 ദിവസം 40 ദിവസം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്തതിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസൻറ്റേഷൻ സ്കില്ലും ഒക്കെ നിങ്ങളുടെ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിലുള്ള കമ്മ്യൂണിക്കേഷൻ/പ്രസൻറ്റേഷൻ സ്കില്ലും തമ്മിൽ രാവും പകലും മാറ്റം ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് കുറച്ച് സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. ഒരു ബോണസ് പോയിന്റും ഉണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചിലപ്പോൾ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനും റെഡി ആയിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇനീഷ്യലി നിങ്ങൾ മണി ഫോക്കസ്ഡ് അല്ലാതെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ/എക്സ്പീരിയൻസ്ഡ് ഫോക്കസ് ആവുക. അഫ്കോഴ്സ് പൈസ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വീഡിയോ എഡിറ്റർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിംഗ് നല്ല രീതിയിൽ യൂട്യൂബ് നോക്കി പഠിച്ചു, ഞാൻ അത് പ്രാക്ടീസ് ചെയ്തു, എൻ്റെ സ്വയം ഒരുപാട് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഞാൻ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. മേ ബി എനിക്ക് ചെറിയ എമൗണ്ട് ആണ് എനിക്ക് പേ കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ പോർട്ട്ഫോളിയോ, ഞാൻ ഏതൊക്കെ കമ്പനീസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള എൻ്റെ പോർട്ട്ഫോളിയോ, അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ എത്ര നമ്പർ ഓഫ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമോ അത്രത്തോളം ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാറും. അത്രത്തോളം ചേഞ്ചസ് എൻ്റെ ക്രിയേറ്റിവിറ്റിയിലും എൻ്റെ എഡിറ്റിംഗ് സ്റ്റൈലിലും ഒക്കെ വരും. സോ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് പോർട്ട്ഫോളിയോയിലും എക്സ്പീരിയൻസിലും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ആളാണ് എന്നുള്ളതും എപ്പോഴും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഈ ഒരു 6 സ്കിൽ സെറ്റ്സ് അല്ലെങ്കിൽ 6 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, വേൾഡിലെ ഫ്രീ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള യൂട്യൂബ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്നുള്ള വേൾഡ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ബിക്കോസ് ഇപ്പോഴത്തെ വേൾഡിലെ ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടത് സ്കിൽ സെറ്റ്സ് ആണ്. അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്കിൽ സെറ്റ്സ് ഉള്ള ആൾക്കാർക്ക് ഒരുപാട് ഡിമാൻഡ് ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു ഡിമാൻഡിലേക്ക്, ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് കയറാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്സിൽ ഒന്നാണ് ശരിക്കും ഇങ്ങനെയുള്ള സ്കിൽ സെറ്റ്സ് ഇൻ്റർനെറ്റ് വേൾഡിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്. സോ അത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്രയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ
ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടു പോവാതെ നിങ്ങൾ പ്രാക്ടിക്കലാക്കിയിട്ട് മാറ്റുക, എന്നിട്ട് വലിയ ചേഞ്ചസ് നിങ്ങൾ നിങ്ങളുടെ ജേർണിയിൽ കൊണ്ടുവരിക ആൻഡ് ഈ ഒരു ഫ്രീ യൂണിവേഴ്സിറ്റീനെ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ബിക്കോസ് അഗെയിൻ ആൻഡ് അഗെയിൻ ഒരുപാട് വാല്യൂസ് ഓഫ് കോഴ്സ് ഈ ഒരു ചാനൽ ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ കാര്യം ഞാൻ ഉറപ്പായിട്ടും എൻഷുർ ചെയ്യും. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.